ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു സെറം ഹെയർ പാക്ക് ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് നമ്മുടെ മുടിയുടെ ടെക്സ്ചർ മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണ്. ഇപ്പോൾ നിങ്ങളുടെ മുടി ഒരുപാട് ഡ്രൈ ആയിട്ട് ഫ്രിസി ആയിട്ട് ചകിരി പോലെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതൊക്കെ മാറ്റിയെടുത്തിട്ട് നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും മുടിക്ക് നല്ല രീതിയിൽ ഒരു ഷൈനിങ് തരാനും ഈ ഒരു ഹെയർ പാക്ക് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അത് മാത്രമല്ല കേട്ടോ, നമുക്ക് മുടി വളർച്ചയ്ക്കും ഈ ഒരു ഹെയർ പാക്ക് നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ചെമ്പരത്തിപ്പൂവാണ്. അപ്പോൾ ചെമ്പരത്തിപ്പൂവൊക്കെ കിട്ടാത്തവരാണ്, നിങ്ങൾ പുറമെയൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ഫ്രഷ് അലോവേറ ജെൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ചെമ്പരത്തിപ്പൂ എനിക്കിന്ന് വേലി ചെമ്പരത്തിപ്പൂ കിട്ടിയില്ല, അതുകൊണ്ട് നമ്മുടെ ഈ വലിയ ചെമ്പരത്തിപ്പൂവില്ലേ അതാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ചുമന്ന ചെമ്പരത്തിപ്പൂ തന്നെ വേണമെന്ന് ചോദിച്ചാൽ അങ്ങനെ നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഏത് കളർ ചെമ്പരത്തിപ്പൂ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിത് ആവശ്യത്തിന് ചെമ്പരത്തിപ്പൂ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇന്നത്തെ പാക്ക് തയ്യാറാക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ വേഗം പോയിട്ട് നമുക്ക് ഇന്നത്തെ പാക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെറം ഹെയർ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ചെമ്പരത്തിപ്പൂ ഒക്കെ പറിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടത് ഫ്ലാക്സ് സീഡ് ആണ് കേട്ടോ. ഫ്ലാക്സ് സീഡ് ഞാനിവിടെ 2 സ്പൂൺ അളവിലാണ് എടുക്കുന്നത്. നമുക്ക് ഒറ്റ യൂസിന് 2 സ്പൂൺ അളവിൽ മതിയാവും. അപ്പോൾ ഫ്ലാക്സ് സീഡ് നമ്മൾ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്, നമ്മൾ ഹെയർ സെറം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുടിയുടെ ടെക്സ്ചർ മാറ്റിയെടുക്കാനായിട്ട് ഫ്ലാക്സ് സീഡ് നന്നായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 സ്പൂൺ അളവിൽ ഫ്ലാക്സ് സീഡ് എടുക്കുക. പിന്നെ നമ്മളിപ്പോൾ പറിച്ചു വെച്ചിട്ടുള്ള ചെമ്പരത്തിപ്പൂ ഉണ്ടല്ലോ, അത് ഇതെടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ പച്ച ഭാഗവും ആ പൂമ്പൊടിയുടെ ഭാഗവും ഇല്ലേ അത് ഒഴിവാക്കിയിട്ട് നമുക്ക് ചെമ്പരത്തിപ്പൂ മാത്രമായിട്ട് എടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെമ്പരത്തിപ്പൂവിന് പകരമായിട്ട് നിങ്ങൾക്ക് ഫ്രഷ് അലോവേറ ഉണ്ടെങ്കിൽ അലോവേറ എടുക്കാം കേട്ടോ. അലോവേറ നിങ്ങൾക്ക് ഇതിന്റെ കൂട്ടത്തിൽ ചേർക്കണം എന്നില്ല, അത് ഞാൻ പാക്ക് തയ്യാറാക്കിയിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞുതരാം. പിന്നെ ചെമ്പരത്തിപ്പൂ നമ്മുടെ മുടിയുടെ ഡ്രൈനസ് മാറ്റിയെടുക്കാനും മുടി നല്ല സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും മുടിയും സ്കാൽപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനും സഹായിക്കുന്നതാണ്. അപ്പം ഞാനിത് എല്ലാം തന്നെ ഇതെല്ലാം എടുത്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം ഞാനിവിടെ 1.5 ഗ്ലാസ് അളവിലാണ് വെള്ളം ചേർക്കുന്നത്. ഒറ്റ യൂസിനാണെങ്കിൽ 1.5 ഗ്ലാസ് അളവിൽ നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാനിത് തിളപ്പിച്ചിട്ട് വരാം. അപ്പോൾ തിളപ്പിക്കുന്ന സമയത്ത് നമ്മളൊരു 10 മിനിറ്റ് നേരം നന്നായിട്ട് തന്നെ തിളപ്പിച്ച് കൊടുക്കണം കേട്ടോ. എല്ലാവർക്കും അറിയില്ല, നമ്മൾ ഫ്ലാക്സ് സീഡ് തിളപ്പിക്കുന്ന സമയത്ത് ആ ഒരു ജെല്ല് ഫോമിലാണ് വരിക. അപ്പോൾ നമുക്കൊരു തിക്ക് ജെല്ല് ഫോമിൽ വരുന്ന ആ ഒരു സമയം വരെ നമ്മൾ നന്നായിട്ട് തന്നെ ഇത് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ അത്യാവശ്യം നന്നായിട്ട് തിളപ്പിച്ച് തണുത്തിട്ടാണ് കേട്ടോ ഇത് കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ല വൃത്തിയുള്ള ഒരു തുണി ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ചെടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു തിക്ക് ഫോമിലാണ് നമുക്ക് ഈ ഒരു ജെല്ല് കിട്ടുക. ഇനി നിങ്ങൾക്ക് ഒരുപാട് തിക്കായിട്ട് പാക്ക് വേണ്ട, കുറച്ച് ലൂസായിട്ട് പാക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്ര നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് ആ ഒരു ജെല്ല് ഫോം ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ ഒരുപാട് നേരം തണുക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജെല്ല് ഒരുപാട് കട്ടയായി പോകും, നമുക്ക് അരിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരുപാട് നേരം തണുക്കാൻ വെക്കരുത്, ഒന്ന് ജസ്റ്റ് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അരിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു റെഡ് കളറിലാണ് നമുക്ക് ഇന്നത്തെ പാക്ക് കിട്ടിയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സെറം ഹെയർ പാക്ക്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഹെയർ സെറം തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിനകത്തേക്ക് അലോവേറയും പിന്നെ വൈറ്റമിൻ ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഹെയർ സെറം തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷെ നമുക്കിന്ന് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇത് മാത്രമായിട്ട് ഒരു പാക്കായിട്ട് നമ്മുടെ മുടിയിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് മുടിയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് മുടിയിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് പാക്ക് തേക്കുന്നതാണ് കേട്ടോ നല്ലത്. ഡ്രൈ ആയിട്ടുള്ള ഹെയറിലേക്ക് നിങ്ങൾ ഡയറക്റ്റ് പാക്ക് തേക്കുന്ന സമയത്ത് ഒന്നും കൂടി ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ പാക്കിൽ നമ്മൾ ഇന്ന് ഓയിലി ഫീൽ തരുന്ന ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് കുറച്ച് എടുത്തിട്ട് മുടിയിൽ സ്കാൽപ്പിലും തേച്ച് കൊടുക്കുക, എന്നിട്ട് പാക്ക് ഉപയോഗിക്കുന്നതാണ് കേട്ടോ നല്ലത്. ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല, ചെറിയ രീതിയിൽ സ്കാൽപ്പിലും മുടിയിൽ ഓയിൽ തേച്ച് കൊടുത്താൽ മാത്രം മതി. പിന്നെ പാക്ക് തേക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സ്കാൽപ്പിൽ ആദ്യം നന്നായിട്ട് തേച്ച് കൊടുക്കുക, എന്നിട്ട് ബാക്കിയുള്ളത് നിങ്ങൾ മുടിയിൽ കൂടി തേച്ച് കൊടുക്കുക കേട്ടോ. ഇന്നത്തെ പാക്ക് നമുക്ക് മുടിയിലും കൂടി തേച്ച് കൊടുക്കണം, കാരണം മുടിയുടെ ആ ഒരു ടെക്സ്ചർ മാറ്റണമെങ്കിൽ നമുക്ക് മുടിയിലും കൂടി തേക്കണമല്ലോ. അപ്പോൾ നിങ്ങൾ ഒരുപാട് മുടിയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ പാക്കിന്റെ അളവ് ലേശം കൂട്ടി ചെയ്യണം കേട്ടോ. കാരണം ഞാൻ എൻ്റെ മുടിയുടെ അളവിനാണ് പാക്കിന്റെ അളവൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് മുടിയുള്ളവരൊക്കെ ആണെങ്കിൽ കുറഞ്ഞ അളവിൽ നിങ്ങളൊന്ന് പാക്കിന്റെ അളവൊന്ന് കൂട്ടിയെടുക്കുക. പിന്നെ നമ്മൾ ഇന്ന് പാക്കിൽ ചേർത്തിട്ടുള്ള ഫ്ലാക്സ് സീഡ് ആണെങ്കിലും ചെമ്പരത്തിപ്പൂ ആണെങ്കിലും ഇത് രണ്ടും നമ്മുടെ ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കുന്ന 2 ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മുടിയുടെ ടെക്സ്ചർ ഇപ്പോൾ മുടി ചകിരി പോലെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ സ്മൂത്ത് ആക്കാനും സോഫ്റ്റ് ആക്കാനും മുടിക്ക് നല്ല രീതിയിൽ ഒരു ഷൈനിങ് തരാനും ഈ 2 ഇൻഗ്രീഡിയൻസും നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഹെയർ സെറം നമ്മൾ ഈ ഒരു രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോഴും നിങ്ങൾ ഹെയർ സെറം ഉപയോഗിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹെയർ സെറം ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടിയുടെ ടെക്സ്ചറൊക്കെ നന്നായിട്ട് മാറിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെയർ സെറം ഉപയോഗിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ആഴ്ചയിൽ 2 തവണയൊക്കെ ഈ ഒരു ഹെയർ പാക്കും കൂടി നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു റിസൾട്ടും കിട്ടും, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കേട്ടോ. അപ്പോൾ പാക്ക് നന്നായിട്ട് സ്കാൽപ്പിലും മുടിയിലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഒരു 15 മിനിറ്റ് നേരം അതുപോലെ തന്നെ വെക്കുക, എന്നിട്ട് കഴുകുമ്പോഴാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുക. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കഴുകുന്നൊന്നും ഞാൻ കാണിക്കുന്നില്ല, എങ്ങനെയാണ് കഴുകേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ കഴുകുന്ന സമയത്ത് വേറെ ഷാമ്പുവോ താളിയോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾ കഴുകി എടുത്താൽ മതി.
അപ്പോൾ പറ്റുന്നവർ എന്തായാലും നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ പറഞ്ഞ പോലെ ആഴ്ചയിൽ 2 തവണ വെച്ച് നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.